ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. കിഡു ഐറ്റാണ്, വയലക്കപ്പിലുറപ്പായിട്ടാണ്. ഇന്നെന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഫ്രിഡ്ജിൽ 2 ഓറഞ്ച് ഇരിക്കുന്നത് കണ്ടത്. അപ്പം വേഗം തന്നെ ഞാൻ അതെടുത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ആക്കിയെടുത്തു. ഇനി ഇതിനെ നടുവായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോ ഓറഞ്ചും എടുത്തിട്ട് ഇങ്ങനെ നടുവായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ ആക്കിയെടുക്കാം. എല്ലാം നമുക്ക് അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്കുള്ള മിക്സിനായിട്ട് ഒരു ഇടിക്കല്ല് ഇതുപോലെ എടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയിലയും ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് നന്നായി ഇടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടിച്ചെടുക്കാം. ഇനി ഇടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഓറഞ്ചിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു മിനിറ്റ്, ഞാൻ ആ സ്പൂണൊന്ന് മാറ്റട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇന്നിട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഉപ്പും മുളകൊക്കെ ചേർത്ത് കഴിക്കാൻ ആർക്കാ ഇഷ്ടമല്ലാത്തല്ലേ? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി. കിഡു ഐറ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കഴിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ. അത്രയ്ക്കും പൊളിയാണ് കേട്ടോ. ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.